Hello everyone, I'm so glad to come and talk with you from God's word to every one of you, okay? യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ സർവശക്തനായ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുക. And actually 2 days before, God has placed in my heart a certain scripture, and so I think from that scripture to share with you today, okay? ഒരു ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഹൃദയത്തിൽ നൽകിയതായ ഒരു തിരുവചനം, അതിനോട് ചേർന്നുള്ള ഒരു സന്ദേശം, അതാണ് നിങ്ങളുടെ മുൻപാകെ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. Okay, for that just go very fastly to Gospel of Luke chapter 2 verse 29 to 32. Okay, ലൂക്ക് അതിനാധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാമത്തെ അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യം. Gospel of Luke chapter 2 verse 29 to 32. Hallelujah. So here in the scripture it is very clearly says like this. It reads like this, okay? Lord, now you are letting your servant depart in peace according to your word, for my eyes have seen your salvation, which you have prepared before the face of all peoples, a light to bring revelation to the Gentiles and the glory of your people Israel. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. സോ this is the words, it is a prophetical word given by Simeon, a person called Simeon. ഇവിടെ ഒരു വ്യക്തി ശിമയോൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ പ്രവചന വാക്കുകളായി ഉച്ചരിച്ചതായ വാക്യമാണ്. So we know the context of this incident. When Jesus was born, and after that, on the 7th day, they brought this baby Jesus in the temple of God to, submit before the Lord, or place him before the Lord, as God has commanded in the law of Moses. ദൈവം തൻ്റെ കൽപ്പനയിൽ നൽകിയതുപോലെ യേശു കർത്താവിൻ്റെ ജനനശേഷം 7-ാമത്തെ ദിവസം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? കുഞ്ഞുങ്ങളെ ദൈവാലയത്തിൽ കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം, ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഇവിടെ യേശുവിൻ്റെ അമ്മയപ്പന്മാർ യേശുവിനെ എവിടെ കൊണ്ടുവന്ന് കുഞ്ഞായ യേശു കർത്താവിനെ അവിടെ ആലയത്തിൽ കൊണ്ടുവന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. സോ the parents of Jesus brought the baby Jesus before the Lord in the temple of the Lord. Okay, so there came this man called Simeon. ഇവിടെ ശിമയോൻ എന്ന് പറയുന്ന പ്രവാചകൻ ആ സ്ഥലത്തേക്ക് വരികയാണ്. So here it is very clear how this man came to know that Jesus Christ, the baby Jesus, is coming to the temple. How he came to know? The Bible says he came by the direction of the Spirit of God. Hallelujah. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ശിമ്യോൻ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോടെ ഇവിടെ വന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവാലയത്തിലേക്ക് വന്നു എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. So that is the context, okay? Now then this old man Simeon took the baby Jesus in his arms and said these prophetical words about the Savior. ഇവിടെ ശിമിയോൻ യേശുക്കുഞ്ഞിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞതായ ഈ രക്ഷകനെ കുറിച്ച് പറഞ്ഞതായ
പ്രവചന ഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഹിയർ ഇറ്റ് സേസ്, Lord, now you are letting your servant depart in peace according to your word. Okay? For my eyes have seen your salvation, which you have prepared before the face of all people. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എങ്ങനെ ശിമിയോൻ പറഞ്ഞ്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഹല്ലേലൂയ. സോ realize today Jesus Christ is the saving hand of God to the whole humanity. God has displayed his salvation way before the eyes of all people of the world. ഇവിടെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ രക്ഷകനായ യേശു, പാപക്ഷമ നൽകുന്ന യേശുവിനെ സകല മാനവജാതികളുടെ മുമ്പിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ രക്ഷയുടെ വഴിയെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എല്ലാ കണ്ണുകളുടെ മുമ്പിൽ ആ രക്ഷയുടെ വാതിലിനെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. So today understand who is Jesus. യേശു കർത്താവ് ആരാണ്? He is my savior. യേശു കർത്താവ് ആരാണ്? യേശു കർത്താവ് എൻ്റെയും നിങ്ങളുടെയും രക്ഷകനാണ്. Okay? When you and I realize this topic of saving hand of God, saving power of God, it talks these explanations. Okay, this way. Okay, I will tell you what are those things. Okay, യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന രക്ഷ എന്ന് നമ്മൾ പറയുമ്പോൾ 1-2 പോയിന്റുകളിൽ നമുക്കതിനെ നിർവചിക്കാം, നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദ ഫസ്റ്റ് ഓഫ് ഓൾ, ദ സേവിങ് വർക്ക് ഓഫ് ജീസസ് in its fulfillment, you can see that is through the eyes of eternity, the sight of eternity. Okay, യേശു കർത്താവിൻ്റെ രക്ഷിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങളും ഞാനും പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ കാര്യമെന്ന് പറയുന്നത് നിത്യതയിലേക്ക് നമ്മുടെ ഉൾക്കാഴ്ച നൽകുന്ന രക്ഷയാണ്. The first and foremost, the first main work of Jesus Christ, his saving salvation power, he displayed for our eternity. യേശു കർത്താവിൻ്റെ രക്ഷിക്കുന്ന തൻ്റെ പ്രവൃത്തിയെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അത് ഒന്നാമതായി കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? നിത്യമായി നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയാണ്. ഹല്ലേലൂയ. Secondly, what he does is the saving hand of God, saving work of God, saving power of God through Jesus, he does for our lifetime. In our lifetime, he does his saving work in our life. Do you don't want that his mighty power to be displayed over your situation in different areas of your life? Okay, യേശു കർത്താവിൻ്റെ അടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത്, രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടുന്ന മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന തൻ്റെ രക്ഷിക്കുന്ന പ്രവൃത്തിയാണ്. എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ രോഗിയാണെങ്കിൽ രോഗസൗഖ്യം നൽകുന്ന ദൈവപ്രവൃത്തിയായി ആ തൻ്റെ രക്ഷ വെളിപ്പെടുന്നു. ഒരുപക്ഷെ ജീവിതം തകർച്ചയിലാണെങ്കിൽ തകർച്ചയിൽ നിന്ന് നിങ്ങളെ എന്ത് ചെയ്യുന്നു?
കരകയറ്റുന്നു. ബിക്കോസ് ലെറ്റ് മീ മേക്ക് യു ക്ലിയർ, ബിക്കോസ് വി ഹാവ് എ ലൈഫ് ടു പ്ലേ ഇൻ ദിസ് എർത്ത്. അല്ലേ? നമുക്കൊരു ജീവിതം ഈ ഭൂമിയിൽ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം you and I have to establish the work of the kingdom of God on this earth as He gives us ability and permission in our lifetime. ദൈവം ചെയ്യുന്ന അടുത്ത കാര്യമാണ് നമ്മളിലൂടെ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രവൃത്തി ഭൂമിയിൽ ദൈവം നമ്മിലൂടെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. Okay, through the word or through our deeds, by the help of the Spirit of God, God has a work in this earth. ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്തെടുക്കാനായിട്ടുണ്ട്. So we have a life to play. So the Bible says, God promised to us, ദൈവം ഒരു വാഗ്ദത്തം ഇപ്രകാരം നൽകിയിട്ടുണ്ട്. He wants you and I to complete our days of our life. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ആയുഷ്കാലം പൂർത്തിയാക്കണം എന്നുള്ളതാണ്. It is the will of God that you and my life to be complete in this earth. ആയുഷ്കാലം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. Hallelujah. Hallelujah. So in this life we have a work to do. Lots of plans and works of God and visions, dreams must be accomplished for the next generation, for our present generation. ഇന്നത്തെ തലമുറയ്ക്കായും വരുന്ന തലമുറയ്ക്കായും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവത്തിൻ്റെ ആലോചനകളും നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. Okay? So what he does is he gives us deliverance, victory. He will open doors. Okay? Hallelujah. He will not allow you to stuck in life. Hallelujah. നമ്മുടെ ജീവിതം വഴിയിൽ കാലിടറിപ്പോകാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? ദൈവം വാതിൽ തുറന്നു തരുന്നു, സൗഖ്യം പകരുന്നു, സമാധാനം പകരുന്നു, വിടുതൽ പകരുന്നു. Hallelujah. So thank God for that. Here in Isaiah 52 verse 10, what here in Bible says? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52 അധ്യായം 10 വാക്യം നോക്കി. Isaiah chapter 52 verse 10. യെശയ്യാ 52:10. The Lord has made bare his holy arm in the eyes of all the nations. All the ends of the earth shall see the salvation of our God. സകല ജാതികളും കാണുകെ യഹോവ തൻ്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണും. Okay? He revealed before the people of the earth. ദൈവം ഭൂമിയിലെ മനുഷ്യരുടെ മുൻപാകെ ഈ രക്ഷയുടെ കരത്തെ എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു. His name is Jesus Christ. യേശു ക്രിസ്തുവാണ് ആ രക്ഷകൻ. Hallelujah. ദൈവത്തിന് സ്തോത്രം. So here in the Bible, Matthew chapter 4 verse 15 and 16. അവിടെ നോക്കി. Look that scripture. Matthew chapter 4 verse 15 and 16. In Malayalam 14 and 15. Okay. മലയാളത്തിൽ അന്ന് 14-15 വാക്യമാണ്. Okay. The land of Zebulun and the land of Naphtali by the way of the sea, beyond the Jordan, Galilee of the Gentiles, the people who sat in darkness have seen a great light. And upon those who sat in the region and shadow of death, light has dawned. Okay. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് about Jesus Christ's ministry, these explanations were applicable
this prophetical scripture was applicable on his ministry. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഈ വചനപ്രകാരം പോലെ തൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഹല്ലേലൂയ. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്, അല്ലേ? So the people, those who sat in darkness, saw the great light. That means their life were in darkness. ഇരുട്ടിലിരുന്ന ജനം വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മുന്നോട്ടെന്തെന്നറിയാതിരുന്ന ജനം, അല്ലെ? തങ്ങളുടെ ശരീരത്തിൽ തൊടുന്നതാരെന്നറിയാൻ കഴിയാത്ത ജനം, തങ്ങളെ അടിക്കുന്നതാരെന്നറിയാൻ കഴിയാത്ത ജനം, ഇരുട്ടിലിരിക്കുക, മുന്നിലുള്ള പാത എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ജനം, ആ ജനത്തിന് വെളിച്ചമായി ആര് വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? യേശു കർത്താവ് വന്നു. സോ ഹിസ് പ്രസൻസ് ഈസ് ലൈക്ക് ദാറ്റ്. യേശുവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അപ്രകാരം തന്നെയാണ്. സോ ഹിയർ ഇറ്റ് സേസ്, upon those who sat in the region and shadow of death, light has dawned. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് എന്തുദിച്ചു? പ്രകാശമുദിച്ചു. Hallelujah. So the shadow of death, Jesus delivered the people from the shadow of death. മരണത്തിൻ്റെ നിഴലിലിരിക്കുന്നവരെ കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതാണ്. So these were the works of Jesus when he was in this earth. യേശു കർത്താവ് തൻ്റെ പ്രവൃത്തിയെ അപ്രകാരം വെളിപ്പെടുത്തി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. Hallelujah. So today I just want to, I didn't completed, ഞാൻ കംപ്ലീറ്റ് ആയിട്ടില്ല the message which I wanted to share, but only I started. I gave you what God has put in my heart, but there are a lot of things I to explain. In the coming days I may do it as God give me grace to do it. Okay, ദൈവം കൃപ നൽകുന്നതിന് തക്കവണ്ണം വരുന്ന നാളുകളിൽ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ബട്ട് റിയലൈസ് ആൻഡ് നോ, ഗാഡ്സ് സേവിങ് person, the Savior, is displayed before the eyes of all people. സകല മനുഷ്യരെയും രക്ഷിക്കുന്ന രക്ഷകനെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? സകലരുടെയും കണ്ണിൻ്റെ മുമ്പിൽ കർത്താവ് വരച്ചു കാട്ടിയിരിക്കുകയാണ്. സോ ടുഡേ അണ്ടർസ്റ്റാൻഡ്, He is your Savior. He is your eternal Savior. കർത്താവായ യേശു നിങ്ങളുടെ നിത്യരക്ഷകനാണ്, നിത്യ നൽകുന്ന രക്ഷകനാണ്. ദ പേഴ്സൺ ഹൂ ഗീവ്സ് യു ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ നൽകുന്ന രക്ഷകനാണ്. അറ്റ് ദ സെയിം ടൈം ഹീ ഈസ് ദ സേവിയർ ഓഫ് യുവർ പ്രസന്റ് ടൈം. നിങ്ങളെ ഇന്ന് വിടുവിക്കുന്ന നിങ്ങളുടെ രക്ഷകനുമാണ് കർത്താവായ യേശു ക്രിസ്തു. സോ ടുഡേ ത്രൂ ദിസ് മെസ്സേജ്, ഡു യു തിങ്ക് ദാറ്റ് യുവർ ലൈഫ് ഹാവ് നോ ഹോപ്പ്? Some people used to say the people are, criticizing me or putting me fun by saying he is a hopeless person. ചിലർ പറയാറുണ്ട്, പലരും എന്നെ നോക്കി എന്ത് പറയുന്നു, നീ പ്രതീക്ഷയില്ലാത്തവനെന്ന് പറയുകയാണ്. So if the people are looking at you and say that you are hopeless, what you should do? Look toward Jesus. അങ്ങനെ മനുഷ്യർ നിങ്ങളെ കളിയാക്കുന്നെങ്കിൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഹീ ഈസ് യുവർ ഹോപ്പ്. ആ യേശു കർത്താവ് നിങ്ങൾക്ക് പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ നൽകുന്ന കർത്താവാണ്. ദ ലോർഡ് ഹാസ് മൈറ്റി വർക്ക് ടു ഷോ ടു യുവർ ലൈഫ്, ടു റെസ്ക്യൂ യു ആൻഡ് ടു ഡെലിവർ യു ആൻഡ് ഗീവ് യു ബ്ലെസ്സിങ്സ്. ഓക്കെ, കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്നുണ്ട്, നിങ്ങളെ വിടുവിക്കുന്ന, രക്ഷിക്കുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തി കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്.
So today let the Lord reveal His love to you. കർത്താവിൻ്റെ സ്നേഹം കർത്താവ് നിങ്ങൾ കാണിച്ചു തരട്ടെ. One more scripture I just want to read and then I want to stop today's message, okay? ഒരു വാക്യം കൂടെ ഒന്ന് നമുക്ക് വായിച്ച് കേൾപ്പിച്ച് തന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Look to Isaiah chapter 54 verse 10. Isaiah 54 verse 10. യെശയ്യാവ് 54 അധ്യായം അതിൻ്റെ 10ാമത്തെ വാക്യം ഒന്ന് നോക്കാവോ. ഹല്ലേലൂയ. യെശയ്യാവ് 54 അധ്യായം അതിൻ്റെ 10ാമത്തെ വാക്യം. Isaiah chapter 54 verse 10. What says here? For the mountains shall depart and the hills be removed, but my kindness shall not depart from you, nor shall my covenant of peace be removed, says the Lord who has mercy on you. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ദൈവം എങ്ങനെയാ പറഞ്ഞ്? പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എൻ്റെ സമാധാന നിയമം നിന്നെ വിട്ട് സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യും. സോ ഹീസ് merciful and gracious toward us and toward you, each and every one of you. കർത്താവ് കരുണയും ദയയും നിങ്ങളോട് അധികമായി ഉള്ള കർത്താവാണ്. So through this message let the Lord encourage you and bless you. കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തി നിങ്ങളെ അനുഗ്രഹിക്കുക. Let us shall we pray right now? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവോ? Dear Jesus, I thank you for this beautiful time you have given to us, O Lord. Right now, in the name of Jesus, I pray for everyone, those who are watching this broadcast. Bless them, O Lord. Provide them what they need. Lead them and give them that hope of eternal life into their hearts. Deliver them from all the evil clutches of the devil. In the name of Jesus Christ, I pray. Let the people be delivered, O Lord. Let the people be healed. Because you are the Savior. You are the deliverer. യേശുവേ, അങ്ങ് രക്ഷകനാകയാൽ, അങ്ങ് വിടുവിക്കുന്നവനാകയാൽ യേശുവിൻ്റെ നാമത്തിൽ രക്ഷിക്കുന്ന ദൈവപ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. I pray this prayer in Jesus' mighty name. Amen. Amen. യേശു നാമത്തിൽ തന്നെ. Amen. Amen. So thank you so much for watching. God bless you. See you next time. God bless you. Bye-bye.